ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത് ഗുണ്ടകളെ വിളിച്ച് പറയുകയാണ് പ്രേമയെയും പാർവതിയെയും കുറിച്ച്. പാർവതിയും പ്രേമയും ഒരു കാരണവശാലും ഒരുമിച്ച് കാണാൻ പാടില്ല. അതുകൊണ്ട് രണ്ടാളെയും രണ്ട് സ്ഥലത്തായിട്ട് നിങ്ങൾ കെട്ടിയിടണം. പിന്നെ അവർ നാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് കുടുങ്ങാൻ പോകുന്നത്. ഇവരെ രണ്ടുപേരെയും രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നത് അത് ശരിയാവില്ല, അതിൽ ചെലവ് കൂടും. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരെയും ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷേ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടരുത്, അതാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് റിസ്ക് കൂടും. മാത്രമല്ല പിന്നെ ചിലവും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്. ഞാനിപ്പോൾ ഉള്ളത് അമ്മ ആശുപത്രിയിലായതുകൊണ്ട് അമ്മയുടെ കാര്യം കൂടി എനിക്ക് നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം അവിടേക്ക് വരാത്തത്. നിങ്ങൾ തന്നെ നല്ലതുപോലെ സംരക്ഷിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടാൽ പിന്നെ അതോടുകൂടി എൻ്റെ കള്ളങ്ങളെല്ലാം തന്നെ പുറത്തു വരും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളെ വിളിച്ച് ശരത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. ഇത് സിദ്ധു ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയണേ, ദേവിക എനിക്ക് നിന്നെ നാളെ അർജൻറ്റായിട്ട് ഒന്ന് കാണണം. എന്താ സിദ്ധു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങൾ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേമേച്ചിയെ കാണാനില്ല, അവിടെ നിന്റെ അമ്മ പാർവതി അമ്മയെ കാണാനില്ല. ഇവരെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി പോലീസിനെ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. പോലീസുകാർ കറക്റ്റായിട്ട് അന്വേഷണം കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് നമുക്ക് തന്നെ ഇനി മുന്നിട്ട് ഇറങ്ങണം. അതിനാണ് ഞാൻ നിന്നെ നാളെ കാണണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ വരണം എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു ഫോൺ വെക്കുന്നത്. അങ്ങനെ സിദ്ധുവും ദേവികയും ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ചന്ദ്ര കേൾക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ദേഷ്യത്തിൽ സിദ്ധുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ചന്ദ്ര സിദ്ധുവിനോട് പറയണേ, പോലീസ് കണ്ടുപിടിക്കാൻ കഴിയാത്തത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ സിദ്ധു പറയണം, ആ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. കാരണം പോലീസ് കറക്റ്റായിട്ട് അന്വേഷിച്ച് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേമേച്ചി എവിടെയുണ്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങൾക്കത് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രേമേച്ചി നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. അതെന്താ നിനക്ക് ഇത്രയ്ക്ക് ഉറപ്പ്? പ്രേമേച്ചി നാട് വിട്ടു പോയിട്ടുണ്ടാവും. അതെന്താ നിനക്കറിയുമോ? എൻ്റെ ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി അങ്ങനെ ഒന്നും ചെയ്യില്ല. ദ്വേട്ടൻ ആദ്യം ഒരു കാര്യം ഓർത്തോ, ഇപ്പം തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ ദേവികയുമായി കൂട്ടുകൂടി വീണ്ടും അകത്താവാൻ നിൽക്കണ്ട. അവളുമായുള്ള ബന്ധം എന്ന് സിദ്ധുവേട്ടൻ അവസാനിപ്പിക്കുന്നു അന്നാണ് സിദ്ധുവേട്ടൻ രക്ഷപ്പെടൂ. ആ അവസാനം നീ ഇതിൽ തന്നെ വന്ന് എത്തിച്ചേരുമെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പം പറഞ്ഞില്ലേ ദേവിക കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതെന്ന്. എന്നാൽ നീ കേട്ടോ, നീ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്നു മുതലാണ് എനിക്ക് കഷ്ടകാലം തുടങ്ങിയത്. ആ കഷ്ടകാലം നീക്കാനും എനിക്കറിയാം. അതിനുള്ള തുടക്കമാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. അതിന് ആദ്യം പ്രേമേച്ചിയെ കണ്ടുപിടിക്കണം. പ്രേമേച്ചിയെ 10 ദിവസത്തിനുള്ളിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നടന്നത് തന്നെ. നീ കുറിച്ചിട്ടോടി 10 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രേമേച്ചിയെ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് പ്രേമേച്ചിയെ കാണാതായതിൻ്റെ പിറകിൽ ആരൊക്കെയാണെങ്കിലും അവരെയൊക്കെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കുകയും ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നായിരിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് സിദ്ധു എണീറ്റ് പോകുന്നത്. അതോടുകൂടി ചന്ദ്ര നല്ല ടെൻഷനായി നിൽക്കണം. പിന്നീട് ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് വിശാലും നിരഞ്ജനും വരികയാണ് കേട്ടോ. അപ്പോൾ വിശാലിനെ കണ്ടതോടുകൂടി ജയശങ്കറിനും സ്വാമിക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഒപ്പം അപ്പച്ചിയും അക്ഷരയും കൂടിയുണ്ട്. അപ്പോൾ എന്തിനാണ് നിരഞ്ജ നീ ഇവനുമായിട്ട് ഇവിടേക്ക് വരുന്നത്? ഇവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ? അപ്പോൾ നിരഞ്ജൻ പറയണേ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ വിശാലിൻ്റെ അമ്മയുണ്ട്, പിന്നെ ശ്രുതിമോളുമുണ്ട്. അവരെ രണ്ടുപേരെയും കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇവിടേക്ക് വിശാലുമായിട്ട് വന്നത്. അപ്പോൾ വിശാൽ പറയാണ്, ഇതുകൊണ്ടാണ് സാർ ഞാൻ ഇവിടേക്ക് വരുന്നില്ല എന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത്. പക്ഷേ സാർ അത് കേട്ടില്ലല്ലോ. നിരഞ്ജൻ പറയണേ, വിശാൽ നീ അങ്ങനെയൊന്നും പറയരുത്. ഞാനാണ് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അങ്ങനെ പലരും പറയും, പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ. എന്നിട്ട് നിരഞ്ജൻ ജയശങ്കറിനോട് പറയണേ, ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അതിഥികളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടത് സാർ അത് അനുസരിക്കാത്തത്? ഞാനത് സാറിനോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. കാഞ്ചന പറയണേ, എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോൻ ഈ വീട്ടിലേക്ക് വന്നു എന്ന് കരുതി എന്താണിപ്പോൾ കുഴപ്പം? ഇവൻ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഞാൻ ഇത്രയും കാലം അനുഭവിച്ചില്ലേ. അതുകൊണ്ടാണ് ഇവൻ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത്. നിങ്ങൾക്ക് കഴിഞ്ഞു പോയതൊക്കെ മറക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാമി പറയാണ്, സാറിന് മനോവിഷമം ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. അത് കേട്ടപ്പോൾ കാഞ്ചനയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് താനൊന്ന് ഇറങ്ങിപ്പോടോ, ഒരു ഉപദേശി വന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും ജയശങ്കർ അവിടെ നിന്ന് എണീറ്റ് പോവാട്ടോ. ഒപ്പം തന്നെ സ്വാമിയും പോവാണ്. അപ്പോൾ വിശാൽ പറയണ, അങ്കിൾ ഇനി ഞാൻ ഇവിടേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയട്ടെ. അപ്പോൾ ജയശങ്കർ ഒന്നും മിണ്ടാതെയാണ് അകത്തേക്ക് പോകുന്നത്. എന്നിട്ട് നിരഞ്ജൻ പറയാണ്, വിശാൽ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് വിശാൽ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും അക്ഷരയും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു വിള്ളൽ വരുമോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സാറിന് അറിയില്ലല്ലോ. അപ്പോൾ അക്ഷര പറയണേ, എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ സംസാരിക്കുന്നത്? അപ്പോൾ കാഞ്ചന പറയണേ, പിന്നെ സംസാരിക്കേണ്ട. എൻ്റെ മോന് പണ്ടൊരു അബദ്ധം പറ്റി എന്ന് കരുതി എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ പറയണോ? എൻ്റെ മോനായതുകൊണ്ടാണ് ഇങ്ങനെ അവനെ നാണം കെടുത്തിയിട്ടും ഈ വീട്ടിലേക്ക് പിന്നെയും അവൻ വരുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ വീടിൻ്റെ പടി ചവിട്ടില്ലായിരുന്നു. നിരഞ്ജൻ പറയണേ, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് സാറിനില്ല. അതുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്. അപ്പോൾ അക്ഷര പറയണ മതി ഈ സംസാരം ഇവിടെ നിർത്താം. അപ്പോൾ വിശാലും പറയണം അതെ ഈ സംസാരം ഇവിടെ നിർത്തിയേക്ക്, എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്ന് പറയുമ്പോൾ അല്ല വിശാൽ നീ പോവരുത്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അത് വേണ്ട, ഞാൻ പുറത്തു നിന്ന് കഴിച്ചോളൂ. പറ്റില്ല, ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. അപ്പോൾ കാഞ്ചനും പറയണം മോനെ നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോ. അപ്പോൾ അക്ഷരയോട് നിരഞ്ജൻ പറയണേ നീ പോയി ഭക്ഷണം എടുത്ത് വെക്കുക. അപ്പോൾ വിശാൽ വീണ്ടും വേണ്ട എന്ന് പറയുന്ന സമയത്ത് നിരഞ്ജൻ നിർബന്ധിക്കുകയാണ്, നീ ഇങ്ങനെ മനസ്സ് വേദനിച്ച് പോവരുത് വിശാൽ, കാരണം നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിയേണ്ടവരാണ്. ഇപ്പം തന്നെ സിദ്ധുവിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ നിന്നതുകൊണ്ടല്ലേ സിദ്ധുവിന് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടിയതൊക്കെ. അതുപോലെ നാളെ എനിക്കൊരു പ്രശ്നം വന്നാലും വിശാൽ നീ ആദ്യം മുന്നിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറയട്ടെ. അങ്ങനെ വിശാലിനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. ജയശങ്കറും സ്വാമിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സ്വാമി പറയണേ സാറ് തീർത്ത് പറയണം വിശാൽ ഇനി ഈ വീട്ടിലേക്ക് വരരുത് എന്ന്. അപ്പോൾ ജയശങ്കർ പറയണേ ഞാൻ പറഞ്ഞ ഇവിടെ ആരെങ്കിലും അനുസരിക്കുമോ? സ്വന്തം മോള് പോലും അനുസരിക്കില്ല. ഞാൻ അവളുടെ ജീവിതത്തിനും അവളുടെ ഭാവിക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അവൾ അത് മനസ്സിലാക്കുന്നില്ല. വിശാൽ ഇങ്ങനെ തുടരെ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിള്ളലുണ്ടാവും. നിരഞ്ജനും അക്ഷരയും ഇപ്പോൾ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ വിശാൽ ഇങ്ങനെ കയറി ഇറങ്ങി വന്നാൽ ഇനിയിപ്പോൾ അവരുടെ ജീവിതത്തിൽ വിള്ളലുണ്ടാവും. ആണുങ്ങളുടെ മനസ്സ് അത് അക്ഷരയ്ക്ക് അറിയില്ലല്ലോ. അത് അവളോട് പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവൾ അത് അനുസരിക്കുകയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് സ്വാമി? അപ്പോൾ സ്വാമി പറയണേ സാറിൻ്റെ നല്ല മനസ്സ് അവർക്ക് അറിയില്ലല്ലോ, ദൈവത്തിന് അറിയാലോ. അതുകൊണ്ട് സാറ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിൽക്കണം. വിശാൽ ഇനി ഈ വീട്ടിലേക്ക് വരരുത്, അത് സാറ് ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷം സ്വാമി പോവാട്ടോ. അപ്പോഴത്തേക്കും ജയശങ്കറിൻ്റെ അടുത്തേക്ക് വിശാൽ ഭക്ഷണം കഴിച്ച ശേഷം ചെല്ലുകയാണ്. എന്നിട്ട് അങ്കിൾ വിഷമിക്കേണ്ട, ഞാൻ ഇവിടേക്ക് കഴിയുന്നതും വരാതിരിക്കാൻ ശ്രമിക്കാം. നിരഞ്ജൻ ഡോക്ടർ എന്നെ അത്രയ്ക്ക് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇവിടേക്ക് വന്നത്. ഞാൻ ഒഴിഞ്ഞു മാറാൻ പലതവണ ശ്രമിച്ചിട്ടും നിരഞ്ജൻ ഡോക്ടർ അത് സമ്മതിച്ചില്ല. ഡോക്ടർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നെ ഒരു സഹോദരനുപരിലധികം അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ജയശങ്കർ പറയണേ നീ ന്യായീകരിക്കൂ എന്നും വേണ്ട, അതുകൊണ്ട് എനിക്ക് വയ്യാത്തതൊന്നും നീ കണക്കിലെടുക്കണ്ട. ഞാൻ ശ്രുതിമോളെയും കൊണ്ട് ഒരു പോക്കങ്ങ് പോകും. പിന്നെ ആര് തന്നെ എവിടെ തിരഞ്ഞാലും ശ്രുതിമോളെയും എന്നെയും കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ല. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഭീഷണി മുഴക്കിയിട്ടാണ് ജയശങ്കർ പോകുന്നത്. അതോടുകൂടി ഇവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ പണ്ടത്തെ വിശാലല്ല, എനിക്കിപ്പോൾ ഒരു അസുഖമുള്ളതാണ് എന്ന് ഇവരോട് തുറന്നു പറയാനും കഴിയുന്നില്ലല്ലോ എന്നുള്ള ധർമ്മസങ്കടത്തോടു കൂടിയാണ് വിശാൽ നിൽക്കുന്നത്. പിന്നീട് നിരഞ്ജനും അക്ഷരയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അക്ഷരയ്ക്ക് വിശാൽ വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിരഞ്ജനോട് അത് പറയുകയാണ് കേട്ടോ. ഇതിനാണ് വിശാലിനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? സാറിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അച്ഛൻ്റെ ഇഷ്ടം മാത്രമല്ല എനിക്കും അത് ഇഷ്ടമില്ല. പിന്നെ ഇന്ന് കാണിച്ചത് ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് പറ്റി? ഞാനിന്ന് എന്താ കാണിച്ചത്? അല്ല എന്തിനാണ് വിശാലിനുള്ള ഭക്ഷണം എന്നെ കൊണ്ട് തന്നെ വിളമ്പിച്ചു കൊടുത്തത്? അവിടെ അപ്പച്ചി നിൽപ്പുന്നുണ്ടായിരുന്നല്ലോ, അപ്പച്ചി ചെയ്യുമല്ലോ അവരുടെ മകനെ കൊടുക്കാനൊക്കെ. എന്തിനാ എന്നോട് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് അത് പണ്ടേ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇനി മേലിൽ അങ്ങനെ ഒന്നും ചെയ്യിക്കരുത്. പിന്നെ വിശാലിനെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്, എനിക്ക് ഇഷ്ടമില്ല. അതെന്താ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? വിശാലിനെ അത്രയ്ക്ക് വെറുപ്പുണ്ടായിട്ടല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പിന്നെ അച്ഛനെ കൂടി ഓർക്കണം, സുഖമില്ലാത്ത ആളല്ലേ, എന്തിനാ വെറുതെ ശാപമൊക്കെ വാങ്ങിച്ചു? അതിന് സാർ എന്നെ ശപിക്കുമോ? ശപിക്കില്ല, പക്ഷെ എന്തിനാ വെറുതെ മനസ്സ് വേദനിപ്പിക്കുന്നത്? ആ ശാപം നമുക്ക് അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ സാഹചര്യം ഇപ്പോൾ അനുകൂലമല്ല, അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി വിശാലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയട്ടെ. അപ്പോൾ നിരഞ്ജൻ പറയും ഇനി ഞാൻ ആവർത്തിക്കില്ല, ഇനി ഈ വിശാലുമായി ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞ ശേഷമാണ് നിരഞ്ജൻ പോകുന്നത്. പിന്നീട് ദേവികയുടെ അടുത്തേക്ക് മനോഹരൻ വരികയാണ്. എന്നിട്ട് പറയുകയാണ് ഞാനും പാർവതിയെ അന്വേഷിക്കാൻ ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ആദ്യം അഗതി മന്ദിരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചാലോ? അപ്പോൾ ദേവിക പറയണ അവിടെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അച്ഛാ, കാരണം നമ്മൾ പത്രത്തിലൊക്കെ ന്യൂസ് കൊടുത്തതല്ലേ, എങ്കിൽ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കാതിരിക്കില്ലല്ലോ. അവിടെയൊന്നുമല്ല, പാർവതി അമ്മയെയും പ്രേമിച്ചയും കാണാതായതിൻ്റെ പിന്നിൽ ആ ശരത്ത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? പാർവതിയോട് ശരത്ത് അത്രയ്ക്ക് നല്ലതുപോലെയാണല്ലോ പെരുമാറിയിരുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. അമ്മ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ശരത്ത് അമ്മയുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവന് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ സ്വന്തം അമ്മയെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാണ്. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനത്തെ അവന് അമ്മയെ പോലും ഇല്ലാതാക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. അപ്പോൾ പാർവതി അമ്മയെയും പ്രേമിച്ചയും കാണാതായതിൻ്റെ പിറകിൽ അവൻ തന്നെയാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ അന്വേഷണത്തിൽ നിന്നൊന്നും പിന്മാറണ്ട. ഞാൻ അച്ഛനെ നിരുത്സാഹപ്പെടുത്തിയതൊന്നുമല്ല. അഗതി മന്ദിരം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ മുന്നേ ആദ്യം അച്ഛൻ അന്വേഷിക്കേണ്ടത് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടം, അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത്. അവിടെ സിദ്ധു, ഇവിടെ അച്ഛൻ, രണ്ടുപേർക്കും എത്രയും പെട്ടെന്ന് അമ്മയെയും പ്രേമേച്ചയും കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. ഞാൻ അതിന് ഈശ്വരനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ദേവിക പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനോഹരന് മനസ്സിലാവാണ്.
പറയുവാണ്. അങ്ങനെ മനോഹരനും സിദ്ധുവും പ്രേമയെയും പാർവതിയെയും അന്വേഷിക്കാൻ പുറപ്പെടുകയാണ്.